ജിമ്മി കിമ്മൽ ഒരു അമേരിക്കൻ ടെലിവിഷൻ ഹോസ്റ്റും കൊമേഡിയനുമാണ്. ജിമ്മി കിമ്മൽ ലൈവ് എന്ന പേരിൽ അമേരിക്കയിൽ ഒരു ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ നടക്കുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നതും ഹോസ്റ്റ് ചെയ്യുന്നതും ജിമ്മി കിമ്മൽ തന്നെയാണ്. ഈ ഒരു ഷോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ABC ചാനൽ അഥവാ അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന ചാനലാണ്. ABC ചാനൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരും ചാർലി കിർക്കിൻ്റെ മരണത്തോടെ എപ്രകാരം പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോയിൽ അദ്ദേഹം പറയുന്നു, മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ മാഗയിൽ പെടുന്നവർ. അവർ ചാർലി കിർക്കിൻ്റെ അസാസിനേഷൻ എന്ന സംഭവത്തെ തങ്ങളുടെ പൊളിറ്റിക്കൽ പോയിന്റ്സ് പറയുന്നതിനായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ചാർലി കിർക്ക് മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ട്രംപിനെ കളിയാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച ചാർലി കിർക്കിന് വേണ്ടി അറേഞ്ച് ചെയ്ത ഒരു മെമ്മോറിയൽ സർവീസിൽ ട്രംപ് ഒരു സ്പീച്ച് കൊടുക്കേണ്ടിയിരുന്നു. ആ സ്പീച്ചിൽ അദ്ദേഹം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു റിയാക്ഷൻ കൊടുത്തില്ല. ഒരു ക്ലിപ്പ് കാണിക്കുന്നു. അതിൽ റിപ്പോർട്ടർ ട്രംപിനോട് പറയുന്നുണ്ട്, മൈ കണ്ടോളൻസസ് ഓൺ ദ ലോസ് ഓഫ് യുവർ ഫ്രണ്ട് ചാർലി കിർക്ക്. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ചാർലി കിർക്കിന്റെ വിയോഗത്തിൽ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 1.5 ദിവസം താങ്കൾ എങ്ങനെയാണ് പിടിച്ചു നിന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ട്രംപ് ആൻസർ ചെയ്യുന്നത്, നല്ല രീതിയിൽ പോയി എന്നാണ് താൻ കരുതുന്നത്. വഴിയിൽ അവിടെ നിങ്ങൾക്ക് എല്ലാ ട്രക്കുകളും കാണാം. വൈറ്റ് ഹൗസിനായി പുതിയ ബോൾ റൂമിന്റെ നിർമ്മാണം അവർ ഇപ്പോൾ ആരംഭിച്ചിട്ടേയുള്ളൂ. അത് ഏകദേശം 150 വർഷമായി അവർ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നല്ല കാഴ്ചയായിരിക്കും. നല്ല രീതിയിലാണ് ഈ ബോൾ റൂം പണി കഴിപ്പിക്കാൻ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. My condolences on the loss of your friend Charlie Kirk. May I ask, sir, personally, how are you holding up over the last day and a half, sir? I think very good. And by the way, right there, you see all the trucks? They've just started construction of the new ballroom for the White House, which is something they've been trying to get, as you know, for about 150 years. And it's going to be a beauty. Yes. He's at the 4th stage of grief, construction. Demolition, construction. This is not how an adult grieves the murder of someone he called a friend. This is how a 4-year-old mourns a goldfish, okay? അദ്ദേഹം മറ്റൊരു കാര്യവും പറയുന്നു, ഇത് ആദ്യമായിട്ടല്ല ട്രംപ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ആ വീഡിയോ ക്ലിപ്പിൽ ട്രംപ് പറയുന്നത് ഇപ്രകാരമാണ്. When I heard it, I was in the midst of, building a great, for 150 years they've wanted a ballroom at the White House, right? They don't have a ballroom. They have to use tents on the lawn for President Xi when he comes over. If it rains, it's a wipeout. And so I was with the architects that would design. It's going to be incredible. And they came in, they said, Charlie Kirk is dead. I didn't know what they meant. I said, he was dead. Charlie Kirk was shot. And they thought he was dead because it was so horrific, And I said, dead. And then we installed the most beautiful chandelier. Sconces you wouldn't believe. There's something wrong with them. There really is. I mean... ജിമ്മി കിമ്മലിന്റെ ഷോ ക്യാൻസൽ ചെയ്തതറിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അമേരിക്കയ്ക്ക് ഇതൊരു നല്ല ന്യൂസാണ്. റേറ്റിംഗിലുള്ള പ്രശ്നം കാരണമാണ് ജിമ്മി കിമ്മലിന്റെ ഷോ ക്യാൻസൽ ചെയ്തത്. ABC ചാനലിനെ അദ്ദേഹം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് ABC ചാനലിന് ധൈര്യം വന്നത്, അവരെന്ത് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ധൈര്യം വന്നത്. കിമ്മലിന് 0 ടാലൻ്റ് ആണ് ഉള്ളതെന്നും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് വേഴ്സ്റ്റ് റേറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്നും കോൾബർട്ടിൻ്റെ പ്രോഗ്രാമിനേക്കാളും വേഴ്സ്റ്റ് റേറ്റിംഗ് ആണ് കിമ്മലിൻ്റെ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജിമ്മിയും സെയ്ത്തും രണ്ടുപേരും ടോട്ടൽ ലൂസേഴ്സ് ആണെന്നും ഈ ചാനൽ ഒരു ഫേക്ക് ന്യൂസ് ചാനലാണെന്നും അദ്ദേഹം പറയുന്നു. അവരുടെ റേറ്റിംഗ്സ് ഹൊറബിൾ ആണ് എന്നും പറയുന്നു.